ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കച്ച ചിക്കനാണ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1/2 കിലോയാണ്. ഇത് 2 സവാള അരിഞ്ഞത്, 10 ഗ്രീൻ ചില്ലി, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, പിന്നെ 2 ടൊമാറ്റോ അരിഞ്ഞത്, 10 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് പെരുംജീരകം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ചെറുതായിട്ട് പൊടിച്ചത്. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും ഈ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പിലയുടെ ഇതൾ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കച്ച ചിക്കൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് നമ്മൾ ഒന്നും വറക്കുന്നില്ല. വറക്കാതെ കൊണ്ട് തന്നെ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ്. ഈ സാധനങ്ങളൊന്നും നമ്മൾ വറക്കുന്നില്ല. അല്ലാതെ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെന്നുള്ളവർക്ക് എരിവ് കൂടുതലിടാം. ഞാനിവിടെ എരിവൊക്കെ കുറവാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടുതൽ വേണമെന്നുള്ളവർ കുരുമുളക് പൊടി കൂടുതലിടാം. കുരുമുളക് പൊടി കൂടുതലിടുന്നത് നല്ല സ്വാദിഷ്ടമാണ്. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുപ്പിൽ വെച്ച് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ചട്ടി ചൂടായി. നമ്മൾക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി. ഇനി നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ജീരകവും പെരുംജീരകവും കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ കച്ച ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ആരെങ്കിലും ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. പെട്ടെന്ന് 2 ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിക്കായും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞിടുക. മസാലയും കൂടി ഇടുക. പെട്ടെന്ന് തയ്യാറാക്കുക. സാധനം റെഡി. 15 മിനിറ്റ് നമ്മൾക്ക് ഇവനെ ഇതിനകത്തിലൊന്ന് വെച്ചേക്കുക. കുക്കറിലാണെങ്കിൽ 3 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതാണ് ബ്രോയിലർ ചിക്കനാണ്. നമ്മളുടെ മറ്റേ ദേശീയല്ല, അതായത് നാടൻ കോഴിയല്ല. ഇത് ബ്രോയിലർ ചിക്കനാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാവരും ബ്രോയിലർ ചിക്കനാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ബ്രോയിലർ ചിക്കൻ എന്ന് പറയും. നാടൻ കോഴിയാണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം.
കാരണം എണ്ണ എല്ലായിടത്തും നല്ലതായിട്ട് പിടിക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, നല്ല രുചിയാണ്. ഇവിടുത്തുകാർ ഇത് കടുകെണ്ണയ്ക്കകത്തിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞങ്ങൾ കടുകെണ്ണ ഉപയോഗിക്കാറില്ല. ഇത് നമ്മൾക്ക് 15 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്തിലെ വെള്ളം ഇനിയും പറ്റാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിതിനി ഇത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. ഇതൊരു ഡ്രൈ ഡിഷാണ്, അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ വെള്ളം വറ്റാൻ വേണ്ടി. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടേ ഇല്ലായിരുന്നു, എന്നിട്ട് ഇതിനകത്തിൽ വെള്ളമുണ്ട്. ഈ ടൊമാറ്ററിൻ്റെയും ഉള്ളിയുടെയും ചിക്കൻ്റെയും എല്ലാം വെള്ളം ഇറങ്ങിയതാണ്, അല്ലാതെ ഞാൻ ഒരു തുള്ളി വെള്ളം വേറെ ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം വെള്ളം വറ്റിയിട്ടുണ്ട്, നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് ഇതിനകത്തിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെക്കണം.